പ്രപഞ്ചത്തിലെ ഗാലക്സികളുടെ ചലനം മുതൽ മനുഷ്യ ഹൃദയത്തിൻ്റെ സ്പന്ദനം വരെ എല്ലാം നിശ്ചിത നിയമങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. ഓരോ മനുഷ്യൻ്റെയും ജനനം ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാമ്പത്തിക ചുറ്റുപാടിൽ, ഒരു പ്രത്യേക മാതാപിതാക്കളുടെ അടുത്ത് ഉണ്ടാകുന്നത് യാദൃശ്ചികമല്ല. സംഭവിക്കുന്ന ഏതൊന്നിന് പിന്നിലും ഒരു കാരണം ഉണ്ടാകും. ഇതിൻ്റെ കാരണത്തെ കർമ്മനിയമം വ്യക്തമായി വിശദീകരിക്കുന്നു. കർമ്മനിയമം പ്രകൃത്യാ ഉള്ള ഒരു നീതി ന്യായ വ്യവസ്ഥയാണ്. ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ചെയ്യുന്ന കർമ്മത്തിന് അനുയോജ്യമായ ഫലം ലഭിക്കുന്നു എന്നർത്ഥം. ഒരു വിത്ത് വിതച്ചാൽ ആ വിത്തിൻ്റെ ഗുണനിലവാരം പോലെയായിരിക്കും വൃക്ഷത്തിൽ നിന്നും ലഭിക്കുന്ന ഫലം. നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും പ്രപഞ്ചത്തിലേക്ക് നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ പോലെയാണ്. സ്നേഹം വിതച്ചാൽ സ്നേഹം ലഭിക്കും. സമാധാനം നൽകിയാൽ സമാധാനം ലഭിക്കും. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന കർമ്മങ്ങൾ അശാന്തിയും ദുഃഖാനുഭവങ്ങളും ഉണ്ടാകുവാൻ കാരണമാകുന്നു. വിതച്ച വിത്തിൻ്റെ ഫലം ഉടനെ ലഭിക്കുന്നില്ല. അതുപോലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അതേ ജന്മത്തിൽ തന്നെ അനുഭവിക്കണമെന്നില്ല. ഒരു ജന്മത്തിൽ അനുഭവിച്ചു തീരാത്ത ഫലങ്ങൾ വരും ജന്മങ്ങളിൽ പിന്തുടരുന്നു. നമ്മുടെ ഇന്നലെയുടെ പ്രതിഫലനമാണ് ഇന്നത്തെ ജീവിതാനുഭവങ്ങൾ എന്നിരിക്കെ, ജീവിതത്തിലെ ദുരനുഭവങ്ങൾക്ക് നാം ഈശ്വരനെ എന്തിനു പഴിക്കണം? ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാറ്റാൻ കഴിയാത്ത വിധിയായി പലരും വിശ്വസിക്കുന്നു. സാഹചര്യങ്ങളാണ് വിധി. എന്നാൽ അതിനെ എങ്ങനെ സമീപിക്കണം എന്നത് നമ്മുടെ കൈകളിലാണ്. സ്വതന്ത്രമായ ഇച്ഛാശക്തി ഉപയോഗിച്ച് പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കിയെടുക്കാൻ കഴിയും.